ഹായ് ഫ്രണ്ട്സ്, ഐറാസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ ഒരു ഷോപ്പിംഗ് വ്ളോഗാണ്. അപ്പോൾ ചേട്ടായിക്ക് വർക്ക്ഷോപ്പിലേക്ക് കുറച്ച് ടൂൾസൊക്കെ മേടിക്കേണ്ടായിരുന്നു. അപ്പോൾ ചേട്ടായി തൊടുപുഴയ്ക്ക് പോകുന്നുണ്ട്. അപ്പം ഞങ്ങളും വരാമെന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് തൊടുപുഴയ്ക്ക്. അപ്പം വർക്ക്ഷോപ്പിലേക്കും കുറച്ച് സാധനങ്ങൾ മേടിക്കണം, പിന്നെ വീട്ടിലോട്ടും ഇച്ചിരി സാധനങ്ങളൊക്കെ മേടിക്കാമെന്ന് ഓർത്ത് ഞങ്ങളും കൂടെ പോയി. ഞങ്ങളൊരു ഉച്ചയൊക്കെ ആയപ്പോഴാണ് പോയതാണ്. അപ്പോൾ നല്ല മഴയായിരുന്നു, ഫുള്ള് മഞ്ഞൊക്കെ കയറി നിൽക്കുക. ഉച്ചയ്ക്ക് നല്ല മഞ്ഞായിരുന്നു കേട്ടോ. ഫോണിന് പുറത്തോട്ട് നോക്കിയിട്ട് എനിക്കൊന്നും കാണാൻ പറ്റില്ല, പക്ഷേ ഫോണിൽ കൂടെ പോയപ്പോൾ എനിക്ക് ഇച്ചിരി എന്തൊക്കെയോ കാണാൻ പറ്റും. അങ്ങനെ എല്ലാവരും കൂടി തൊടുപുഴ പോയി നമുക്ക് സാധനങ്ങളൊക്കെ മേടിക്കാമെന്ന് പറഞ്ഞ് ചുമ്മാ മഴയായിട്ടും വീട്ടിൽ വെറുതെ ഇരിക്കുകയാണെന്ന് ഓർത്ത് ഞങ്ങളെല്ലാവരും കൂടി പോയിട്ടോ. അപ്പം ഈ കടയിൽ നിന്നാണ് ചേട്ടായി ടൂൾസൊക്കെ മേടിക്കുന്നത്. അപ്പോൾ ചേട്ടായി കടയ്ക്കകത്തേക്ക് പോയി, ഞങ്ങൾ വണ്ടിക്കകത്ത് തന്നെ ഇരിക്കുകയായിരുന്നു. വണ്ടിക്കകത്തിരുന്ന് അയറൂട്ടിക്ക് അങ്ങനെ ഇരിക്കാനൊന്നും പറ്റില്ല. ഇരിക്കുമ്പോൾ നിലത്തിറങ്ങുമ്പോൾ മുകളിൽ കയറണം, ഇങ്ങനെ പല പരിപാടിയാണ്. അതിലോട്ട് ഇങ്ങനെ കുഞ്ഞു കുസൃതി പരിപാടികളൊക്കെ, അങ്ങനെ ഇരിക്കാനൊക്കെ വലിയ മടിയാണ്. അപ്പോൾ ഫ്രണ്ടിൽ അമ്മച്ചിയുടെ കൂടെ കയറി ഇരിക്കുക, പുറകെ എന്നെ നോക്കി ചിരിച്ചൊക്കെ കാണിക്കുന്നൊക്കെ ഉണ്ട്. കണ്ടോ, ഇങ്ങനെ നിൽക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായി റൊട്ടിക്ക്. അപ്പം ലാസ്റ്റ് അകത്തിരുന്ന് മടുത്തിട്ട് ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ ഞാൻ തൊടുപുഴയുടെ ഭംഗി ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് ആ കടയുടെ ഫ്രണ്ടിൽ നോക്കുമ്പോൾ ഇങ്ങനൊരു വ്യൂ ആണ് ടൗണിൻ്റെ കാണുന്നത്. അപ്പോൾ അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ പയ്യെ കടയ്ക്ക് അകത്തോട്ട് പ്രവേശിക്കാമെന്ന് ഓർത്ത് അങ്ങനെ ഇറങ്ങി. പക്ഷേ ഞാൻ കടയ്ക്ക് ഉള്ളിലോട്ട് ഞാൻ കയറിയില്ല. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എന്നാൽ ഞാൻ മുകളിൽ പോയി നോക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അമ്മ റൂട്ടിയും കൂടെ താഴെ നിന്നു, ചേട്ടൻ മുകളിലോട്ട് കയറിപ്പോയായിരുന്നു. അപ്പം ഞാൻ സ്റ്റെപ്പ് കയറി വന്നിട്ട് ഐറൂട്ടീൻ്റെ അമ്മച്ചീനെ മുകളിൽ നിന്ന് താഴത്തേക്ക് കാണാം. അത് കഴിഞ്ഞപ്പോൾ ഐറൂട്ടീനെയും കൂടെ ഞാൻ കൂടെ കൂട്ടി ഞങ്ങൾ രണ്ടുപേരും കൂടെ മുകളിൽ പോയി. ഐറോട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ നടക്കുന്നത്. ഒരു സ്ഥലത്ത് ഇരിക്കണ ഇഷ്ടമില്ല, എപ്പോഴും ഇങ്ങനെ നമ്മൾ എടുത്തുകൊണ്ട് നടക്കണം ഐറോട്ടിക്ക് ഏറ്റവും ഇഷ്ടം. അങ്ങനെ മുകളിൽ വന്ന് ഇതാണ് അകത്ത് കുറേ മെഷീനുകളും സ്ക്രൂ നെട്ടും ബോൾട്ട് അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ കഴിയപ്പെട്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആ കടയിൽ നിന്ന് സാധനങ്ങളൊക്കെ മേടിച്ച് അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. നമ്മൾ ചേട്ടായിക്ക് വർക്ക്ഷോപ്പിലേക്ക് 2-3 ഈ വേസ്റ്റൊക്കെ ഇട്ട് വെക്കാൻ കുപ്പിയും അങ്ങനെ പല സാധനങ്ങളായിട്ട് ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് 3 ഇങ്ങനെ വലിയ ബാസ്ക്കറ്റ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് മേടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോയി. അന്നേരമാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ പോവാം. പിന്നെ ഞങ്ങൾക്ക് കുറച്ച് വാഴവിത്ത് മേടിക്കണമായിരുന്നു. അപ്പോൾ വാഴവിത്ത് മേടിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന വഴിക്ക് ടൗണിൻ്റെ സൈഡിൽ തന്നെ ഒരു സ്ഥലത്ത് നിർത്തി അവിടെ ഇറങ്ങി ഞാലിപ്പൂങ്കൊലയുടെ വാഴവിത്തും പിന്നെ റോബസ്റ്റയുടെ ഒരു വിത്തിനെങ്ങാണ്ട് 20 രൂപയും കണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. പിന്നെ ഞാൻ പറഞ്ഞു ചേട്ടായിക്ക് ബാസ്ക്കറ്റ് മേടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മറ്റേ ഈ ഫാക്ടറി ഔട്ട്ലെറ്റ് പോലത്തെ ഒരു കടയിൽ പോയി. കുറേ അവിടെ എല്ലാ സാധനം തന്നെ ഉണ്ടല്ലോ, ഒരുമാതിരിപ്പെട്ട കുറേ സാധനങ്ങളൊക്കെ അവിടെ കിട്ടുമല്ലോ. അപ്പം ഞങ്ങളിങ്ങനെ ബാസ്ക്കറ്റ് തപ്പി നടക്കുക. ടിന്നുകളൊക്കെ ഒരുപാട് നേരത്തെ വെച്ചിട്ടുണ്ട്. അങ്ങനെ അതെല്ലാം നോക്കി ഇങ്ങനെ നടക്കുമായിരുന്നു. അങ്ങനെ നോക്കുകയാണ്. അപ്പം ഇതാണ് ആ ബാസ്ക്കറ്റ്. അങ്ങനെ എനിക്ക് ബാസ്ക്കറ്റ് ഇട്ടിട്ടോ. അപ്പോൾ 2 വിലയുടെ ഉണ്ടായിരുന്നു, 2 ടൈപ്പ് ഉണ്ടായിരുന്നു. 299 രൂപ അങ്ങനെയാണ് ഒരു ബാസ്ക്കറ്റിന്. അപ്പോൾ ഈ ഹോളിന് വലിപ്പം കുറഞ്ഞതും ഹോളിന് വലിപ്പം കൂടിയതും. അങ്ങനെ ഞങ്ങൾ എന്നാൽ വലിപ്പം കൂടിയ ഹോളുള്ള എടുക്കാമെന്ന് വിചാരിച്ചിട്ട് 3 ഈ കാണുന്ന ഈ ടൈപ്പ് 3 ബാസ്ക്കറ്റ്, 2 പച്ച ഒരു നീലയും കണ്ടുപിടിച്ചു. പിന്നെ അല്ലറ ചില്ലറ സാധനങ്ങൾ, സോപ്പൊട്ടിയുടെ അപ്പോൾ ഒരു സോപ്പൊട്ടിയും, അങ്ങനെ കുഞ്ഞി ഓരോ സാധനങ്ങളൊക്കെ പെറുക്കി അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ സാധനങ്ങളൊക്കെ മേടിച്ചു. അങ്ങനെ അവിടുത്തെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് പച്ചക്കറി മേടിക്കാമെന്ന് വിചാരിച്ച് ടൗണിനിപ്പുറത്തോട്ട് പോകുന്ന വഴിക്ക് തന്നെ നമ്മുടെ റൂട്ടിൽ ടൗണിനിപ്പുറത്തോട്ട് മാറി ഞങ്ങൾ പച്ചക്കറിയും മീനും പച്ചക്കറിയൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് പോവുക. അവിടെ ഇങ്ങനെ കുറേ കടകൾ ഇങ്ങനെ അടുപ്പിച്ചിട്ടുണ്ട്. ഭയങ്കര ലാഭവിലയായിരിക്കണം. അങ്ങനെ 2 കിലോയ്ക്കത്തെ ഏതൊക്കെ മീനും 2 കിലോ 100 എന്നൊക്കെ എഴുതിച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങളെന്താ അവിടുന്ന് 1/2 കിലോ കൂന്തലും മേടിച്ചു. പിന്നെ വേറെന്തോ മത്തിയും കണ്ടാന്ന് തോന്നുന്നു. അങ്ങനെ അവിടുന്ന്
മീനൊക്കെ മേടിച്ചു. പിന്നെ പച്ചക്കറി മേടിക്കാൻ വേണ്ടി പോയി. എന്തൊക്കെയോ കുറച്ച് സാമ്പാർ കിറ്റായിട്ട് മേടിക്കാണ്ട് കുറച്ച് പച്ചക്കറികൾ നമ്മൾ സെപ്പറേറ്റ് തന്നെ മേടിച്ചു. അപ്പം നമുക്ക് തോരൻ വെക്കാനും മെഴുക്കുവരട്ടി വെക്കാനും ഒക്കെ കിട്ടുമല്ലോ. അതിനകത്തുള്ള കഷ്ണങ്ങളൊക്കെ പെറുക്കിയിട്ട് നമുക്ക് അവിയൽ സാമ്പാറൊക്കെ വെക്കുകയും ചെയ്യാം. നല്ല പച്ചമാങ്ങയൊക്കെ തൂക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പച്ചക്കറിയൊക്കെ മേടിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫ്രൂട്ട്സ് മേടിക്കാൻ വേണ്ടി പോയി. അപ്പോഴത്തേക്ക് ഐറുട്ടി ഉറങ്ങിയിട്ട് അതുകൊണ്ട് ഞാൻ പുറത്തിറങ്ങിയില്ല. ഞാനും ഐറുട്ടീൻ്റെ കയ്യിൽ നിന്ന് ഉറങ്ങുമായിരുന്നു. ഞാൻ വണ്ടിക്കകത്തിരുന്നു. അമ്മയും ചേട്ടായും കൂടെ പോയി റംബൂട്ടാനും പിന്നെ കുറച്ച് മാങ്കോസ്റ്റിനും ആപ്പിളോ അങ്ങനെ എന്തൊക്കെയോ കുറച്ച് ഫ്രൂട്ട്സൊക്കെ മേടിച്ചിട്ട് വന്നു. അപ്പം പിന്നെ റംബൂട്ടാൻ ഭയങ്കര ഇഷ്ടമാണ്. ഐറുട്ടി റംബൂട്ടാൻ കഴിക്കും. അപ്പോൾ ഞങ്ങൾ വണ്ടിക്കകത്തിരുന്നിങ്ങനെ ഓരോ റംബൂട്ടാൻ പൊട്ടിക്കും, ഓരോന്ന് കഴിക്കും. അങ്ങനെ റംബൂട്ടാനൊക്കെ കഴിച്ചുകൊണ്ടാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത്. നല്ല മുഴുത്ത റംബൂട്ടാനായിരുന്നു കേട്ടോ. കുരുവെന്നൊക്കെ വിട്ടു പോകുന്ന ടൈപ്പായിരുന്നു. അങ്ങനെ റംബൂട്ടാനൊക്കെ മേടിച്ച് കഴിച്ച് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നു. അന്നേരമാണെങ്കിൽ ആദ്യം ഫ്രണ്ടിലായിരുന്നു ഐറൂട്ടി. അത് കഴിഞ്ഞപ്പോൾ ഐറൂട്ടി ഉറക്കമൊക്കെ എണീറ്റു. അങ്ങനെ എൻ്റെ കൂടെ ഇരുന്ന് കളിച്ചുകൊണ്ടിരിക്കുക. ക്യാമറയിലേക്ക് നോക്കൂ കേട്ടോ. അപ്പോൾ ഫോട്ടോ എടുക്കാൻ ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഫോട്ടോ എടുക്കാനൊക്കെ ഇരുന്ന് വരും. പിന്നെ അമ്മച്ചിക്ക് 2 ചുരിദാർ മേടിക്കണമായിരുന്നു. അതിന് വേണ്ടിയിട്ട് നമ്മൾ വേറൊരു കടയിൽ കയറി ചുരിദാറൊക്കെ നോക്കി. അങ്ങനെ അമ്മച്ചിക്ക് 2 ചുരിദാർ എടുത്തു. 2 ചുരിദാർ എടുത്തപ്പോൾ ഞാൻ 2 ചുരിദാറൊക്കെ മേടിച്ചു. പിന്നെ അതിന് വേണ്ട ലൈനിങ് തുണിയും മേടിക്കണമായിരുന്നു. പിന്നെ ഒരു ഷോളും മേടിക്കണമായിരുന്നു. അമ്മച്ചിയുടെ ഒരു ചുരിദാറിന് ഷോളില്ലാത്തതുകൊണ്ട് ആ ഷോളും അങ്ങനെ 2 ചുരിദാറും അതിനുള്ള ലൈനിങ്ങും എടുത്ത് നമ്മളങ്ങനെ അവിടെ നിന്ന് പോന്നു. അങ്ങനെ പർച്ചേസിങ്ങൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നു കേട്ടോ. നമ്മൾ ഇപ്പോൾ ചെന്ന് കയറുന്ന അത്യാവശ്യം നല്ല വ്യൂ പോയിൻ്റ്. കുറേ ആൾക്കാർ ആ മുകളിലിങ്ങനെ വന്നിറങ്ങി. അവിടെ കടയൊക്കെ ഉണ്ട്. അവിടെ വന്നിറങ്ങി ഫോട്ടോയൊക്കെ എടുത്തു. അത്യാവശ്യം ചെറിയ ഫോട്ടോഷൂട്ടൊക്കെ നടത്താൻ പറ്റിയൊരു ഏരിയയാണ്. നല്ല അവിടെ ഇറങ്ങി നിന്ന് നല്ലൊരു വ്യൂ ഒക്കെ കിട്ടും. ഇവിടെ ചെറുതായിട്ട് ആൾക്കാരൊക്കെ നിൽപ്പുണ്ട്. നമ്മുടെ നാടായതുകൊണ്ട് നമ്മളിങ്ങനെ ഇറങ്ങി നിൽക്കൊന്നും കാണുന്നില്ല. പുറത്തുനിന്നൊക്കെ വരുന്ന അവിടെ നിന്ന് കാണും. അങ്ങനെ അപ്പം നമ്മുടെ ഇന്നത്തെ ഷോപ്പിംഗ് ഇത്രയേ ഉള്ളൂ. അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ മേടിച്ച് വന്നപ്പോഴത്തേക്ക് ഏകദേശം 5 മണി 6 മണിയൊക്കെ അങ്ങാണ്ടായി. അങ്ങനെ ഇന്നത്തെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. അപ്പം നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ ഒരു ദിവസം കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ. വീഡിയോ ഇഷ്ടമായ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ബൈ.